എന്തൊരു പറയാനാണ്, സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്തൊരു വില എന്നറിയാ? 55,000 57,000 രൂപയൊക്കെയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. പ്രത്യേകിച്ച് ഈ ഗൾഫിലെ സ്വർണം എന്ന് പറയുമ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് ഭയങ്കര പ്രാന്താണ്. അപ്പൊ ഈ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു ഈ വീഡിയോ ചെയ്യുന്നത്. ഈ സ്വർണത്തിന് വേണ്ടി പ്രാന്തെടുക്കുന്ന പെണ്ണുങ്ങൾക്ക്, അതും ഗൾഫിലെ സ്വർണത്തിന് വേണ്ടി പ്രാന്തെടുക്കുന്ന പെണ്ണുങ്ങളാണ്. നിങ്ങളാണ് ഇത് കേൾക്കേണ്ട. ഗൾഫിലെ സ്വർണം നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾ പറയും അതിന് മാറ്റ് കൂടുതലാണ്, അതിന് ക്ലാരിറ്റി കൂടുതലാണ്, എന്തൊക്കെയാ നിങ്ങൾ പറയും. അപ്പൊ ഈ ഗൾഫിലെ സ്വർണം എങ്ങനെയാണ് നാട്ടിലെത്തുന്നത് നിങ്ങൾക്കറിയോ? അതറിഞ്ഞാൽ നിങ്ങൾ വാങ്ങൂല. അതൊരു ഗുട്ടൻസ് ഉണ്ട്. എന്റെ പൊന്നു പെങ്ങന്മാരെ, നിങ്ങൾ ഇട്ടണ്ട് കിടക്കണ ഈ കരിമണി മാല, മുത്തുമാല, 2 തട്ട് മാല, 3 തട്ട് മാല, മറ്റേ നെക്ലസ്, കമ്മല്, മോതിരം, ഇതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നറിയാം? പൊന്നു മക്കളെ, ഇത്രയുള്ള കട്ട സ്വർണം ഗോദ്രേജിന്റെ അകത്ത്, അതായത് മൂലത്തിന്റെ അകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടൊക്കെയാണ് നാട്ടിൽ കൊണ്ടുവരുന്നത്. അത് പിന്നെ ഉരുക്കി കഴുകി 4-5 ബക്കറ്റ് വെള്ളത്തിലൊക്കെ കഴുകി അത് വൃത്തിയായിട്ട് നാറ്റം പോകും. പിന്നെ എവിടെ വെച്ചിരുന്ന നാറ്റം പോകൂല. ഇത് സർഫ് വന്നിട്ട് കഴുകി പിന്നെ ഇത് ഉരുക്കി എടുത്താണ് ഈ കടകളിൽ സ്വർണം ഗൾഫിന്റെ സ്വർണ്ണമായിട്ട് വരുന്നത്. ഇതാണ് നിങ്ങൾ മേടിച്ച് കഴുത്തിലിട്ടിട്ട് നടക്കണം. അപ്പോഴും ആലോചിച്ച് നോക്കി, അപ്പോഴും ചെറിയൊരു നാറ്റടിക്കുന്നില്ലേ? എന്താണ് സംഭവം? ഇത് മറ്റേ അവിടെ മലദാർ ഗോൾഡിന്റെ അകത്ത് വെച്ച് കൊണ്ടുവന്ന സ്വർണ്ണമാണ്, അതുകൊണ്ടാണ് ഈ നാറ്റടിക്കുന്നത്. എന്നാലും നിങ്ങൾക്കത് വിഷയമല്ല. ഇനിയെങ്കിലും സ്വർണ്ണം എടുക്കാൻ പോകുന്ന എന്റെ സഹോദരിമാർ ആലോചിച്ചോളും, മൂലത്തിന്റെ അകത്ത് വെച്ച് കയറ്റിക്കൊണ്ടുവരുന്ന സ്വർണ്ണമാണ്. അതാണ് നിങ്ങൾ കരിമണി മാല, കമ്മല്, വളയൊക്കെ ആയിട്ട് ഇടുന്നത്. എന്തൊരു നാറ്റായിരിക്കും എന്റെ പുല്ലേ. ലവൻ അവിടെ അതിന്റെ അകത്ത് കുത്തിക്കയറ്റി കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇട്ട് അണിഞ്ഞൊരുങ്ങി നടക്കണം. ഇനിയെങ്കിലും നിങ്ങളൊന്ന് ആലോചിക്കും, വാങ്ങണോ വേണ്ടേ എന്ന് ആ സാധനം.